കുർളയിലെ ബസ് അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 7ആയി. 49 പേരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. ബസ് അമിത വേഗത്തിലായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ 24നോട് പറഞ്ഞു. ശ്രീനാഥ് ചന്ദ്രൻ കുർള വെസ്റ്റിലെ അംബേദ്കർ നഗറിൽ നിന്ന് ചേരുന്നു. പറയൂ ശ്രീനാഥ്, പറയൂ. ഗുഡ് മോർണിംഗ്, പറയൂ. എസ് കെ, നേരത്തെ 5 മരണമാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്തെങ്കിൽ ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ അത് 7ആയി മാറുകയാണ്. അല്പസമയം മുമ്പ് DCP ഇവിടെ വന്നിരുന്നു, നമ്മൾ സംസാരിച്ചിരുന്നു. അങ്ങനെ ഓരോ മണിക്കൂർ കഴിയുമ്പോഴും ഈ മരണസംഖ്യ ഇങ്ങനെ ഉയരുന്നു എന്നത് വലിയ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ പോലും പേരാണ് ചികിത്സയിൽ കഴിയുന്നത്. ഇതിൽ പലരും സ്ഥലത്ത് നിന്നാണ് നമ്മുടെ പ്രതിനിധി തത്സമയം ചേർന്നത്. മരണം 7ആയി എന്ന വാർത്തയാണ് വരുന്നത്. കുർള വെസ്റ്റിലാണ് ഈ അപകടം ഉണ്ടായത്. അംബേദ്കർ നഗറിൽ നിന്നാണ് ശ്രീനാഥ് ചന്ദ്രൻ ചേരുന്നത്. ശ്രീനാഥ്, ഈ അപകടത്തിൻ്റെ തീവ്രത എത്രമാത്രം അനുഭവപ്പെട്ടു? ബന്ധപ്പെട്ട CCTV ദൃശ്യങ്ങൾ, ഈ അപകട സമയത്തുള്ള CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അതിൽ തന്നെ നമുക്ക് മനസ്സിലാവും എത്ര വേഗത്തിലാണ് ബസ് ഓടി കയറുന്നത്, ഈ ബിൽഡിങ്ങിലേക്ക് ഇടിച്ചു കയറുന്നത് എന്ന കാര്യം വ്യക്തമാണ്. ഈ അപകടത്തിന് പിന്നാലെയുള്ള മറ്റ് ദൃശ്യങ്ങളും ഇപ്പോൾ രാത്രിയുള്ള ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. നിരവധി പേർ പരിക്കേറ്റ് റോഡിൽ കിടക്കുന്ന അതിദാരുണമായ ദൃശ്യങ്ങളാണ് അവിടെ നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത്. ഇവിടെ ദൃക്സാക്ഷികളുണ്ട്. हाँ, ये गाड़ी जो है एक्सीडेंट जो हुआ ये बहुत तेज़ से हुआ है. एक्चुअली वो गाड़ी जो है 332 जो अंधेरी यहाँ से जाती है अंधेरी स्टेशन, कम से कम उसकी लगभग स्पीड थी 100 या 150 कुछ स्पीड थी उसकी. वो यहाँ से स्टेशन से अर्पण से होते होते मोस्टली गाड़ी वहाँ ठोका. हाँ, पहले अर्पण जो बीच में हॉस्पिटल पड़ता है वहाँ कार को गाड़ी को ठोका, एक बच्ची को ठोका. फिर ठोकते ठोकते एक ठेला वाला जो रतालू बेचता है वो ठेले वाले को ठोक के फिर इधर आया. फिर ये रॉयल पे जो है इनके जो है वो जो रिक्शा वाले सुल्तान भाई करके उनका जो भाई था वो रास्ता क्रॉस कर रहे थे. वो जस्ट सामने से जब बस आया ഓക്കെ उनको ठोकते ഓക്കെ. ठोकते അപ്പോൾ അതായത് എസ് കെ, ഈ പറയുന്നതിലുള്ള പ്രധാനപ്പെട്ട കാര്യം ഏതാണ്ട് 100 മീറ്റർ അപ്പുറം മുതൽ വാഹനങ്ങളെ ഇടിച്ച് തെറിപ്പിച്ചാണ് ഈ ബസ് ഇവിടെ വരെ വന്നതെന്ന്. അതായത് ഈ വഴിയിൽ കണ്ട ഈ 100 മീറ്ററിനിടയിൽ മുന്നിലുണ്ടായിരുന്ന വാഹനം തെറിപ്പിക്കുന്നു, വഴിയിലുണ്ടായിരുന്ന ആളുകളൊക്കെ ഇടിച്ച് തെറിപ്പിക്കുന്നു. അങ്ങനെ ഏറ്റവും ഒടുവിലാണ് ഇവിടെയുള്ള ഈ ഒരു ആളുകൾ താമസിക്കുന്ന കയറി തകർത്ത് അകത്തേക്ക് കയറി ബസ് നിൽക്കുന്നത്. അതിദാരുണമായ ഒരു അപകടമാണ്. ബസ് ഇവിടുന്ന് മാറ്റിയിട്ടുണ്ട്, ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ബ്രേക്ക് ഫെയിലിയർ ആണ് എന്നതായിരുന്നു പ്രാഥമികമായ നിഗമനം. പക്ഷേ നാട്ടുകാർ അതങ്ങനെയാവാൻ സാധ്യതയില്ല, ഇത്രയും ദൂരമൊന്നും ഇങ്ങനെ ഇടിച്ചു വരില്ല എന്ന ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ട്. ബസ് ഇവിടുന്ന് കൊണ്ടുപോകാൻ രാത്രി നാട്ടുകാർ സമ്മതിക്കാതെ അത് തടഞ്ഞു വെക്കുകയൊക്കെ ചെയ്തിരുന്നു. പിന്നീട് ഏതാണ്ട് ഒരു പോലീസ് നടപടി ബസ് ഇവിടുന്ന് നീക്കം ചെയ്യാൻ പോലും വേണ്ടി വന്നു. ഏതായാലും ഇപ്പോൾ അത് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. കുറച്ച് വാഹനങ്ങൾ മാത്രമാണ് ഇപ്പോൾ തകർന്ന അവസ്ഥയിൽ ഇവിടെയുള്ളത്. പോലീസിൻ്റെ കൂടുതൽ വിന്യാസം, ഒരുപക്ഷെ ഇവിടെ വലിയ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ഒരു സാധ്യത കൂടി കണക്കിലെടുത്ത് പോലീസിനെ കൂടുതൽ ഈ മേഖലയിലേക്ക് വിന്യസിക്കുന്നുമുണ്ട്. എസ് കെ എൻ. ഓക്കെ, കുർളയിലാണ് ബസ് അപകടം ഉണ്ടായത്. അവിടെ മരണം 7ആയി ഉയർന്നു.